ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ ചക്കയൊക്കെ ആയി. അപ്പോൾ നമ്മൾ ചക്കപ്പണിയിലാണ് കേട്ടോ ഇന്ന്. അമ്മയും നമ്മുടെ തൊട്ടടുത്ത വീട്ടിലൊരു ചേച്ചിയും കൂടിയാണ് കേട്ടോ ഇതിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ചക്കയുണ്ടെങ്കിൽ ചിക്കൻ മസ്റ്റാണല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു കോംബോ. അപ്പോൾ ഞാൻ ഓർത്തു ഞാൻ ചിക്കൻ ഉണ്ടാക്കാം, ഇവർ ചക്കപ്പണിയൊക്കെ നടത്തട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനത്തെ നമ്മുടെ നാടൻ രീതിയിലുള്ള പണ്ടത്തെ കറി ഉണ്ടല്ലോ, നമ്മൾ പച്ചമല്ലിയൊക്കെ വറുത്തരച്ചുള്ളത്, അങ്ങനെ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു കുറച്ച് ചിക്കൻ മസാല ഇതിനകത്ത് ഞാൻ ചേർക്കുന്നുള്ളൂ. ഇപ്പോൾ ഈ ചേർക്കുന്ന മസാല മാത്രമേ ഉള്ളൂ, പിന്നെ ഞാൻ ചിക്കൻ മസാലയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചിക്കൻ മസാല ഇതിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കി ഒരു അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. ഇവിടെ ചിക്കൻ കറി വെക്കുന്നത് നമ്മൾ ഒരിക്കലും കുക്കറിനകത്ത് വെച്ച് ഉണ്ടാക്കാറില്ല കേട്ടോ. കുക്കർ വെച്ച് വിസിലടിച്ചിട്ടുള്ള ആ ചിക്കൻ കറി ഇവിടെ ആർക്കും ഇഷ്ടമല്ല. നമ്മളെപ്പോഴും ഒരു ഹാഫ് ഫ്രൈ ആക്കിയിട്ടുള്ള ചിക്കൻ കറിയെ വെക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ ഇതും വെക്കുന്നത്. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ അവിടെ നമ്മൾ വെച്ചേക്കുകയാണ്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം. അതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുത്തു. പിന്നെ സ്പെഷ്യലായിട്ട് ഇനി കടുക് താളിക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് ഈ കൂട്ടത്തിൽ നമ്മൾ കടുക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ മസാല തേച്ച് വെച്ചേക്കുന്ന നമ്മുടെ ചിക്കന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുത്താൽ മതി. ഒരു 10-15 മിനിറ്റ് സമയം നമ്മളിത് ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമ്മളൊന്ന് മൂടി വെച്ചത് ഒന്ന് വേവിക്കും. പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കില്ല. ചിക്കനകത്ത് തന്നെ നല്ല രീതിയിൽ വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് ആ വെള്ളത്തിൽ കിടന്ന് തന്നെ നമ്മുടെ ചിക്കന് 10-15 മിനിറ്റ് ഒന്ന് കിടന്ന് വേകും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മളിത് മൂടി വയ്ക്കുകയാണ് ഒരു 10-15 മിനിറ്റ് സമയത്തേക്ക്. നമ്മൾ വേറെ വെള്ളം ഒഴിച്ചൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, അതുകൊണ്ടോ ചിക്കനകത്ത് തന്നെയുള്ള നല്ലതായിട്ട് വെള്ളമുണ്ട്. അപ്പോൾ അത് കിടന്ന് തന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തോളും. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടിട്ട് പിന്നെ നമുക്കിത് മൂടി വെച്ചാൽ മതി. അടുപ്പിൽ വെച്ചേക്കുന്നതുകൊണ്ട് നല്ല പുകയുണ്ട് കേട്ടോ. ഒന്നുകൂടെ നമുക്ക് മൂടി വെച്ചെടുക്കാം. വെള്ളമൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഒരുവിധം നമ്മുടെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ഒഴിച്ച എണ്ണയ്ക്കകത്ത് കിടന്ന് നമ്മുടെ ചിക്കൻ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നോളും. ഏകദേശം നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്നുകൂടെ ഇളക്കിയിട്ട് നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് വേറൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമുക്ക് തേങ്ങ വറുത്തരയ്ക്കാനുള്ള തേങ്ങ ഇടാം. ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ, അന്നേരം നമുക്ക് ഗ്രേവി ഉണ്ടാവുള്ളൂ. തേങ്ങയുടെ കളറൊന്ന് മാറി വരുമ്പോൾ ഒരു 5-6 കൊച്ചുള്ളി ഇട്ടേക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ പച്ചമല്ലിയും വറ്റൽമുളകും ഇട്ട് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പെരിഞ്ജീരകം, 1 സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്കിത് വാങ്ങി വെച്ചാം. ഇനി ഇത് കോരിയിട്ട് ആ ചട്ടി തന്നെ എടുത്താൽ മതി. നമ്മുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കൂടെ നമുക്ക് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടിയാണിത്. അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്
ഇത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി സവാള നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. നമ്മൾ മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്തില്ലായിരുന്നു കേട്ടോ. അത് വഴറ്റി വാങ്ങി വെച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ നമുക്ക് അടുപ്പിലോട്ടെടുത്ത് വയ്ക്കാം. അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചേക്കാൻ നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം. നമ്മുടെ അരപ്പൊക്കെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഗ്രേവി എന്തോരിയാണോ വേണ്ടത് അതനുസരിച്ച് ചാറ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചോറിന് കൂട്ടാനാണെങ്കിൽ ഒരുപാട് ഗ്രേവി ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ചക്കയും കപ്പയൊക്കെ ആകുമ്പോൾ കുറച്ച് ഗ്രേവി ഉള്ളതല്ലേ നല്ലത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് പച്ചവെള്ളം പിടിച്ചൊഴിക്കരുത്, ചൂടുവെള്ളം തന്നെ ഒഴിക്കുക കേട്ടോ കറിയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് നഷ്ടമാവും. അതുകൊണ്ട് ചൂടുവെള്ളം തന്നെ ഒഴിച്ച് ഗ്രേവി ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ആവശ്യത്തിന് ഗ്രേവിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചക്കപ്പുഴുക്കിൻ്റെ കൂടെ കഴിച്ചാൽ മതി കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.